ഹലോ ഫ്രണ്ട്സ്, റോബി ഓർബിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ വന്നുള്ളത് ഇൻട്രാഡേ സ്വിംഗ് ട്രേഡിങ്. ഇത് രണ്ടും ആർക്കെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതെന്താണെന്ന് പഠിപ്പിച്ചു തരാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ അറിവുകൾ എല്ലാതും ഷെയർ ചെയ്യാൻ തയ്യാറാണ്. പിന്നെ ഇൻട്രാഡേയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ ആർക്കും പറഞ്ഞു തരാൻ തയ്യാറാണ്. എല്ലാവരും പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രൂപ്പ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരാം. അല്ലാച്ചെങ്കിൽ ഞാൻ ക്ലാസ് ആയിട്ട് എടുത്തിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം. താല്പര്യമുള്ളവരുണ്ട് വെച്ചെങ്കിൽ ഈ കമൻ്റ് ഇട്ടിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ ഇൻട്രാഡേ സ്വിംഗ് ട്രേഡിംഗ് ഒക്കെ നിങ്ങൾ കുറേ വീഡിയോ കാണും, കുറേ ആൾക്കാർ ചെയ്യണത് കാണും, അവരുണ്ടാക്കിയ ലാഭം കാണും, ഒരു ദിവസം ഉണ്ടാക്കിയ ലാഭം അതൊക്കെ കാണും. അത് കണ്ടുകൊണ്ടൊന്നും ഇൻട്രാഡേയിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. ആദ്യം തന്നെ അത് മനസ്സിലായിക്കോ. ഇത് എവിടെ എൻട്രി ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ അറിയണം. അതായത് എവിടെ ഷെയർ മേടിക്കണമെന്ന് അറിയണ്ടേ, അത് കഴിഞ്ഞാൽ എവിടുന്ന് പുറത്തിറങ്ങണം എന്ന് അറിയണ്ടേ, അവർ എങ്ങനെയാണ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്നൊരു ഇതിൽ കണ്ടു കഴിഞ്ഞാലൊന്നും മനസ്സിലാവില്ല. ഇത് പഠിച്ച് എടുക്കണം. അതായത് എന്ത് കാര്യത്തിനാണ് അതിൻ്റേതായ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വേണം. താല്പര്യമുള്ളവർ വന്നിട്ട് പഠിക്കുക. കുറേ പൈസ ഇറക്കിയിട്ടൊന്നും ഇത് പഠിക്കണമെന്നില്ല. പൈസ ഇറക്കണേറ്റവും ഉപരിയായിട്ട് ഇത് മനസ്സിലാക്കി എടുക്കുക. ഇത് നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്നുണ്ടെങ്കിൽ മാത്രം ഇതിൽ മുന്നോട്ട് പോവുക. മനസ്സിലായി? അല്ലാതെ വെറുതെ ചെയ്തിട്ട് കാര്യമില്ല. ഞാനിന്ന് എക്സാമ്പിൾ ഞാനിന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇൻട്രാഡേയിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ചെറിയൊരു എക്സാമ്പിളാണ് പറഞ്ഞു കേട്ടോ, എടുത്തത് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ഡീറ്റെയിൽസ് പൊസിഷനിൽ കാണിച്ചു തരാം. ഡീറ്റെയിൽസ് ഞാൻ എടുത്തുള്ളത് റേറ്റ് കണ്ട 352.45 അതാണ് റേറ്റ് കേട്ടോ, ബൈ ആവറേജ് പ്രൈസ്. വിറ്റുള്ളത് 357.25 ഇതിൻ്റെ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ആ റേറ്റ് വിറ്റുള്ളത് അതും കാണിച്ചു തരാം കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവുന്നില്ല പെട്ടെന്ന് പറഞ്ഞാലൊന്നും. ഇന്ന് 352.50 ഉള്ളപ്പോൾ ഞാൻ എടുത്തുള്ളൂ. ആദ്യം ഞാൻ എടുത്തിട്ടില്ല, ഞാൻ പെട്ടെന്ന് തന്നെയാണ് എടുത്തത്. എന്നാലും ഞാനത് എടുക്കുമ്പോൾ എന്തുകൊണ്ടത് എടുത്തതെന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയണത്. 52.50 കണ്ട, ഏകദേശം 2 മണി അവിടെ അടുത്തുള്ള നേരത്താണ് ഞാൻ എടുത്തുള്ളത്. 2 മണി നേരത്ത് അടിയിൽ 14 എന്ന് പറയുന്നതാണ് 2 മണി കേട്ടോ. 2 മണിയാകുമ്പോഴാണ് ഞാൻ എടുത്തുള്ളത്. ഞാനത് എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മാപ്പ് ഞാൻ എടുത്തു നോക്കി. മാപ്പ് എടുത്ത് നോക്കിയപ്പോൾ കുറച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെ വ്യൂ നോക്കിയപ്പോൾ ഈ 352 കവർ ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ 352 കവർ ചെയ്തിട്ട് ഞാൻ കണ്ടു. അതായത് ഏകദേശം 12 മണി സമയത്ത് 12:10 353 കവർ ചെയ്തിട്ടുണ്ട്. അതായത് അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കവർ ചെയ്തിട്ട് അടുത്തൊരു പൊസിഷനിലേക്ക് ഇത് പോകുന്നു. ആ കവർ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ വെച്ചെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും അടുത്തൊരു പൊസിഷനിലേക്ക് ഇത് പോകുന്നു. അടുത്ത പൊസിഷനിലേക്ക് പോകാനുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 357 ആ റേഞ്ചിലേക്കാണ് അത് വരിക എന്ന് എനിക്കറിയാം. 357-50 ആ റേഞ്ചിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനിയും ഇത് മുകളിലേക്ക് പോകട്ടെ ടാറ്റ മോട്ടോഴ്സ്. അതാണ് അതിൻ്റെ ലക്ഷണം. അത് ഈ മാപ്പ് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിന് മുമ്പ് ഈ മാപ്പിൽ കുറച്ച് ദിവസം മുമ്പ് ഓപ്പോസിറ്റ് നടന്നത് തിരിഞ്ഞിടുന്നത്. പക്ഷെ നിങ്ങൾ കുറേ സ്ട്രാറ്റജികൾ പഠിച്ച പോലൊന്നും ഈ മാപ്പ് തിരിയണതൊന്നും ഇതാവാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാതെയാണ് അത് മാറുക. ഓക്കെ, അപ്പം 357 357-50 357-50 മുകളിലേക്ക് പോയിട്ടുണ്ട്. ഈ പച്ച വര കാണാനാണ് പറയണത്, മുന്നേ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 353 കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് 357 എത്തുന്നതാണ് കാൽക്കുലേഷൻ. ആ കാൽക്കുലേഷൻ കണ്ടിട്ടാണ് ഞാൻ ഷെയർ എടുത്തത്. ഞാൻ അധികമൊന്നും എടുത്തിട്ടില്ല, പറയാം 54 എടുത്തിട്ടുള്ളൂ. 54 ഒരുമിച്ച് എടുത്തില്ല. ആദ്യം ഞാൻ എടുത്തത് പകുതി 27 എണ്ണമാണ് ഞാൻ എടുത്തത്. ഓക്കെ, ടാറ്റ മോട്ടോഴ്സ് എടുത്ത് ഞാൻ ആ 27 എടുത്തു. പിന്നെ 27 54 എടുത്തത്. ആദ്യം 352-50 ഉള്ളപ്പോൾ എടുത്തു. പിന്നെ എടുത്തത് 352-40 ഉള്ളപ്പോഴാണ് ഞാൻ എടുത്തത്. ഓക്കെ, ഇതിൽ കാണാൻ നിങ്ങൾക്ക് ഇടാം. എന്നിട്ട് ഞാൻ വിറ്റുള്ള ഇത് റേറ്റ് കാണാൻ പറ്റും. ഞാൻ കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു 357-50 ആ റേഞ്ചിൽ അത് എത്തുള്ളൂ എന്ന് കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് 357-10 ഒന്ന് 357-40 വിറ്റു. അപ്പോൾ അത് ആവറേജ് ആയപ്പോൾ 357-25. അതും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മനസ്സിലാവില്ല. അതായത് ഞാൻ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ഇൻട്രാഡേ ചെയ്തിട്ട് ചെറിയൊരു എമൗണ്ട് പറയണം കേട്ടോ, വലിയ എമൗണ്ട് ഒന്നുമല്ല. നമുക്ക് 259 രൂപ
ഇന്ന് പ്രോഫിറ്റ് കിട്ടി. 250 രൂപ പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ അതിൽ നിന്ന് എത്ര കാശ് കമ്മീഷൻ പോകും, ടാക്സ് വരുമോ, നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും, ഇതൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഇതിൽ നിന്ന് അതിന് മാത്രമുള്ള കമ്മീഷന് കാര്യങ്ങളൊന്നും പോവില്ല. അതും നിങ്ങൾ അറിയണം, മനസ്സിലായ. ഇതിൽ നിന്ന് ഏകദേശം ഒരു 25 രൂപ ആ റേഞ്ചിലൊക്കെയാണ് ഇതിൽ നിന്ന് കമ്മീഷൻ നമുക്ക് പോവുള്ളൂ. ഓക്കെ, ഇൻട്രാഡേ ആകുമ്പോൾ 30 രൂപയുടെ ഉള്ളിൽ, അതിനും കൂടുതൽ പോവില്ല. ഞാൻ കറക്റ്റ് കണക്കെടുത്തിട്ട് വേണമെങ്കിൽ അതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, എങ്ങനെ നോക്കുക, എന്താ ചെയ്യുക, എങ്ങനെയാണെന്നുള്ള ഐഡിയയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വിംഗ് ട്രേഡിങ് ടാറ്റ സ്റ്റീൽ ഞാൻ മേടിച്ചിട്ടുണ്ടാകുന്നത്, ടാറ്റ സ്റ്റീൽ ഇതിൻ്റെ റേറ്റ് ഉണ്ടാകുന്നത് 1000 പുറത്ത് കാണിക്കട്ടോ, 1087 കണ്ട, 1087 ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന ടാറ്റ സ്റ്റീൽ ഞാൻ 1160 വിറ്റു. അതായത് 70 രൂപയ്ക്ക് മുകളിൽ ലാഭം. അതായത് 1000 രൂപയ്ക്ക് 70 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 6% മുകളിലായി. ഓക്കെ, അത് സ്വിംഗ് ട്രേഡിങ്. അത് വിറ്റു. ഇനി കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാങ്ങുള്ളൂട്ടാ. പക്ഷേ ഇതിലേക്ക് മുകളിലേക്ക് ചിലപ്പോൾ പോവുമായിരിക്കാം. അത് അങ്ങനത്തെ കാര്യങ്ങൾ നോക്കണില്ല. ഞാൻ ആ കാൽക്കുലേഷൻ ചെയ്തിട്ടത് വിറ്റു. ഇത് രണ്ടാണ് ഈ ട്രേഡിങ്. പക്ഷേ ഈ ട്രേഡിങ് മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വശങ്ങളുണ്ട്. പിന്നെ പ്രാക്ടിക്കലായിട്ട് കുറേശ്ശെ പഠിക്കണം. വലിയ ഫണ്ടിട്ട് പഠിക്കണം, ചെറിയ ഫണ്ടിട്ട് പഠിക്കുക. അതിൻ്റെ ഐഡിയകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. താല്പര്യമുള്ളതുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ ഇടയിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് വഴി അപ്സ്റ്റോക്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോ. ഫ്രീ ആയിട്ടുള്ള കോഴ്സാണ് കേട്ടോ, വേറെ കോഴ്സൊന്നുമില്ല. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോഴ്സ് ഈ കോഴ്സൊന്നുമില്ല, ഫ്രീ ആയിട്ടുള്ള കോഴ്സ് ചെയ്തു തരാം. ആദ്യം പറഞ്ഞ 10 ആൾ വന്നാൽ മതി. 10 ആൾക്ക് ഞാൻ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഈ കോഴ്സ് ഞാൻ ചെയ്തു തരാം. ഓക്കെ, എല്ലാവർക്കും 1000 നന്ദിട്ടാ ഈ വീഡിയോ കണ്ടതിന്. ഓക്കെ, എല്ലാവർക്കും വളരണം, നമുക്കും ഫൈനാൻഷ്യൽ ഫ്രീഡം കൈവരിക്കണം, സന്തോഷമായിട്ട് ഫ്യൂച്ചറിൽ ജീവിക്കണം. അങ്ങനെ ആഗ്രഹമുള്ളവർ മാത്രം മുന്നോട്ട് വരിക. ഓക്കെ.